ഹായ് ഡിയേഴ്സ്, അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം കൂടി വരവായി. പുതിയ പ്രതീക്ഷയുടെയും അതിജീവനത്തിൻ്റെയും കൂടി ഓണമാണ്. അപ്പോൾ നമുക്ക് ഓണത്തിന് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അച്ചാറുകൾ. അപ്പോൾ പലതരം അച്ചാറുകളും ഉണ്ടെങ്കിൽ പോലും നമ്മൾ കുട്ടിക്കാലത്ത് തൊട്ട് നമ്മുടെ ഫേവറേറ്റ് എപ്പോഴും മാങ്ങച്ചാറാണ്. അപ്പോൾ മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല പച്ച മാങ്ങയാട്ടോ. അപ്പോൾ പച്ച മാങ്ങ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുക്കണം. നമ്മൾ സദ്യക്കൊക്കെ അച്ചാറിന് അരിയുന്ന പോലെ വളരെ ചെറുതാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഓണസദ്യക്കും നമ്മുടെ കേരള സദ്യക്കൊക്കെ കാണുന്ന ആ ഒരു രീതിയിലുള്ള അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ നാട്ടിലും അച്ചാർ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തതകളുണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു അച്ചാറാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എരിവിനനുസരിച്ചും ആവശ്യത്തിനുള്ള ഉപ്പിനനുസരിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 3 മാങ്ങയാണ് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവ പൊടിച്ചതാണ്. അപ്പോൾ ഉലുവ നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ്. ഉലുവ നന്നായിട്ട് വറുത്തതിന് ശേഷം മിക്സിയിൽ നല്ല പൊടിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ കായം പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കായം പൊടിയും 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കായം പൊടിയും ഉലുവപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് മാങ്ങ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കുറഞ്ഞതാട്ടോ 1 മണിക്കൂർ. അപ്പോൾ ഇത് കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാർ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ ചൂടായി അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉലുവയും കടുകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ പറയാത്തത് നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇത് അധികം വെന്ത് പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു മാങ്ങ അച്ചാർ. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നമ്മുടെ ചാനലിൽ ഇനി ഓണ സീരീസ് റെസിപ്പീസ് ഉണ്ടാവും. അപ്പോൾ ഓണ സീരീസ് എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് പോയി ചെക്ക് ചെയ്യണേ.